ഇന്നിപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ തന്നെ ഞാൻ ചോറാണ് ഫസ്റ്റ് ഇപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ചോറല്ല, വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അരി കഴുകിയിടാമെന്ന് കരുതി. മറ്റു കുക്കറിൽ ഞാൻ കുറച്ച് മരച്ചീനി കറി വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ചമ്പ റൈസാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഈ ഒരു മട്ട റൈസ് ഇല്ലേ, അതാണ്. മക്കൾക്ക് അത് രണ്ടാൾക്കും ആ ഒരു മട്ട റൈസ് അല്ലാതെ വൈറ്റ് റൈസ് വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് ഇവിടെ അടിപിടി ബഹളം നടക്കും കേട്ടോ. അങ്ങനെ ഞാനിതേ കുറച്ച് റൈസ് എടുത്ത് കഴുകിയെടുക്കുകയാണ്. എന്നിട്ടത് കുറച്ച് മതി, ഞങ്ങൾക്ക് 3 ആൾക്കും കഴിക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ അത്രയ്ക്കും മതിയല്ലോ. ബാക്കി ഫുള്ള് കംപ്ലീറ്റ് നാളെ കോഴിക്കാണ്. കോഴിക്കുട്ടന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പം ഞങ്ങൾ തിന്ന് കഴിഞ്ഞിട്ട് ബാക്കി കോഴിക്കുട്ടന്മാർക്കുള്ളതാണ്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ വരാതിലോട്ട് ഇറങ്ങുമ്പോൾ അതേ മുറത്തിൽ കുറേ മാത്രം മാങ്ങ ഉണ്ടല്ലേ, പച്ചമാങ്ങയാണ് കേട്ടോ. ഇത് താളി മാങ്ങയാണ്. നിങ്ങൾ വിചാരിക്കും ഈ 10 മണി കഴിഞ്ഞപ്പോഴും ഞാനെന്താ ഈ കട്ടൻ കുടിക്കുന്നതെന്നല്ലേ. രാവിലെ ആയിട്ട് കട്ടൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടൻ കണ്ടപ്പോൾ ഒന്ന് സിപ്പ് ചെയ്യാൻ തോന്നി. അങ്ങനെ അതെടുത്ത് വെച്ചൊന്ന് കുടിക്കണം. ഏത് വെള്ളമായാലും ഇപ്പോൾ കിട്ടിയാൽ മതി എന്നുള്ളതാണ് കേട്ടോ. അത്രയ്ക്ക് ദാഹമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ദേ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് അടിച്ചു വരികയാണ്. ഞാൻ ആ മാങ്ങയുടെ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഉമ്മച്ചി അവിടെ പോയപ്പോൾ കുറേ മാത്രം മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് 3 ആൾക്ക് കൊണ്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഒരു 10-18ഓളം മാങ്ങ ഉണ്ടായിരുന്നേ. അപ്പോൾ എത്രമാത്രം മാങ്ങ അവർ കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരുടെ വീട്ടിലും ഇപ്പം മാങ്ങയുടെ ഒരു സീസണാണ്. ഒരുപാട് മാങ്ങ ഉണ്ടാവും. ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ തരണമെന്നൊന്നുമില്ല. പക്ഷെ അവർ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കാണുമ്പോഴൊക്കെ ഇതുപോലെ മാങ്ങയോ അവരുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതൊക്കെ തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതേ മുറ്റടിച്ച് വരാണ്. അപ്പോൾ മുറ്റടിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേ എന്താണ് ഇവിടെ പുഴുത് കൂട്ടുന്നതെന്നല്ലേ, കുറേ മാത്രം പുല്ലിങ്ങനെ പൊടിച്ച് നിൽക്കുന്നുണ്ട്. ഇൻ്റർലോക്കിൻ്റെ ആ ഒരു 2 ഇൻ്റർലോക്കിൻ്റെ ആ ഒരു ഇടയ്ക്കായിട്ട് പുല്ല് പൊടിക്കുന്നുണ്ട്. കുറേ മാത്രം പൊടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന മുറയ്ക്ക് അങ്ങ് പുഴുത് കളഞ്ഞില്ലെങ്കിൽ അത് ആകെ ഒരു പണി കിട്ടും. ഏത് ഇൻ്റർലോക്കായാലും നമ്മളിപ്പോൾ കൂടിയ ഇൻ്റർലോക്കെന്നോ കുറഞ്ഞ ഇൻ്റർലോക്കെന്നോ അല്ലെങ്കിൽ മോഡൽ വ്യത്യാസമൊന്നോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻ്റർലോക്കാണോ പുല്ല് പിടിച്ച് കയറിക്കോളും. ഈ കൊടും വേനലിൽ തന്നെ ഇങ്ങനെ പുല്ല് പൊടിക്കുന്നുണ്ടെങ്കിൽ ഒരു മഴ സീസണിലൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ കാണുന്ന മുറയ്ക്ക് അങ്ങ് നമ്മൾ വൃത്തിയാക്കുക. അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂലോടിക്കുക. ചൂലോടിക്കാതിരിക്കുമ്പോഴാണ് മെയിൻ ഈ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ദേ ഈ ഒരു ബക്കറ്റിൽ എന്താ ഈ കൊണ്ടുവച്ചിരിക്കുന്നത് കണ്ടില്ലേ, കൈതോന്നിയാണ് കേട്ടോ. എണ്ണ കാച്ചാനുള്ള ഒരു സംഭവം. ഇന്നലെ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ നിന്ന്, ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് കുറേ മാത്രം ഈ ഒരു കൈതോന്നി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് കൈതോന്നി. അതും ഞാൻ പറഞ്ഞില്ലേ, ഈ വേനൽ സമയത്ത് ഇതൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ എണ്ണ കാച്ചി കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചുന്നതാണ്. അപ്പോൾ കുറേ മാത്രം സ്ഥിരം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കും ഇങ്ങനെ കൊടുക്കാറുണ്ട്. ദേ അര ബക്കറ്റോളം ഉണ്ട്. ഉമ്മച്ചി അത് കഴുകി വൃത്തിയാക്കി ഒന്ന് അരിച്ചൊക്കെ വെച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പമൊക്കെ കളഞ്ഞു വെച്ചിട്ട് പോയതാണ്. എന്നോടതൊന്ന് എണ്ണയിലൊന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് കാച്ചി വെക്കാൻ പറഞ്ഞിട്ട്. കാരണം ഇത് നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് തിരക്കി നടന്നാൽ കിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് കിട്ടിയ സമയത്ത് അതൊന്ന് റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ദിവസം മുന്നേ എനിക്ക് കുറേ മാത്രം നീലമരി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഇതുപോലെ ഞാൻ ഒരു 1 കിലോയോളം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതും റെഡിയാക്കി എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ ആ എണ്ണ ഒരു 10-20 കിലോയൊക്കെ ഒരുമിച്ച് കാച്ചുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും കുറച്ചും കൂടെ കിട്ടുന്നതിനനുസരിച്ച് റെഡിയാക്കി വെച്ചാൽ ആ സമയത്ത് വീണ്ടും കുറച്ചുകൂടി സംഘടിപ്പിച്ചാൽ മതിയല്ലോ. അങ്ങനെ ദേ അതൊന്ന് റെഡിയാക്കുകയാണ്. വെള്ളമല്ല കേട്ടോ, എണ്ണ വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് മഷി പോലെ അരച്ചെടുത്ത് എണ്ണയിൽ കുറേ നേരം ഒന്ന് ചൂടാക്കി റെഡിയാക്കി അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ കംപ്ലീറ്റ് പൊട്ടിപ്പോയിട്ട്, ഇതിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല, ഞങ്ങൾ എണ്ണയിൽ തന്നെ അരച്ചെടുക്കുന്നത് കൊണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം അധികം ഉണ്ടാവില്ല. എന്നാലും അത് ആ ഒരു ഈർപ്പമൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് കുറേ നേരം കാച്ചെടുക്കണം കേട്ടോ. ഇത് ഞങ്ങൾ കുറേ നാൾ ഏകദേശം 1 വർഷം വരെയൊക്കെ വെച്ച് ഉപയോഗിക്കാറുണ്ട്. കാരണം ഞങ്ങൾ 3 മക്കൾക്കും അതുപോലെ വാപ്പച്ചി ഉമ്മച്ചി ഇത്രയും പേര് ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സ്ഥിരം ഞങ്ങളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. 20-25 കിലോയൊക്കെയാണ് ഒരുമിച്ച് എപ്പോഴും ഒന്ന് കാച്ചിയെടുക്കുന്നത്. കാരണം ഈ മരുന്ന് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് വേനൽ സമയത്ത് ഏറ്റവും കൂടുതൽ. പിന്നെ അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ നമ്മൾ കുറേയൊക്കെ നമ്മൾ ഈ പറമ്പിലൊക്കെ നടക്കുമ്പോൾ കിട്ടുന്നതാണ്. പക്ഷേ ഈ വേനലിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതേ കണ്ടില്ലേ, ഞാനത് കാച്ചി റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഇതിൻ്റെ കളറൊന്ന് മാറിയെന്ന് കണ്ടില്ലേ. ഇപ്പോൾ ഇതുപോലൊന്ന് കളറൊക്കെ മാറി റെഡിയായി വരണം. അതിനുശേഷം ഞാനൊരു കുപ്പിയിൽ ഒഴിച്ചിട്ട് അങ്ങ് ആക്കി വെക്കും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എടുത്തു വന്നപ്പോൾ ഈ ഒരു എണ്ണ കാച്ചലിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം കേട്ടോ.